ഓൾ, ഇന്ന് ക്യാൻവ യൂസ് ചെയ്ത് ഒരു ടെക്സ്റ്റിന്റെ ഷാഡോ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റിന് ലൈറ്റ് എഫക്റ്റും എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനൊരു ഡിസൈൻ സെലക്ട് ചെയ്യുകയാണ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ദെൻ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ബ്യൂട്ടി. ദെൻ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ആപ്സ് സെലക്ട് ചെയ്യാം. ടൈപ്പ് ക്രാഫ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ടൈപ്പ് ക്രാഫ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്യൂട്ടി എന്ന ടെക്സ്റ്റ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഫോണ്ട് നേരത്തെ സെലക്ട് ചെയ്ത് അതേ ഫോണ്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ആ ഫോണ്ട് സെലക്ട് ചെയ്യാം. ദെൻ കളർ വൈറ്റ് കളർ ആക്കാം. ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യാം. ദെൻ മൗസ് പോയിന്റർ യൂസ് ചെയ്ത് പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. നോ മിറർ സെലക്ട് ചെയ്യാം. വീണ്ടും മൗസ് പോയിന്റർ യൂസ് ചെയ്ത് പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. Then add elements to design select ചെയ്യാം. നെക്സ്റ്റ് പേജ് സെലക്ട് ചെയ്യാം. ദെൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ഡ്രാഗ് ചെയ്യാം. നെക്സ്റ്റ് പേജ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. പേജ് 2 സെലക്ട് ചെയ്യാം. ഡണ്ണ്. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കാം. ദെൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഫസ്റ്റ് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാം. ദെൻ ഫ്ലിപ്പ് സെലക്ട് ചെയ്യാം. ഫ്ലിപ്പ് വെർട്ടിക്കൽ സെലക്ട് ചെയ്യാം. ദെൻ ഇമേജ് എൻലാർജ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഇമേജും സെലക്ട് ചെയ്യാം. ദെൻ ഗ്രൂപ്പ് ചെയ്യാം. ദെൻ പേജ് 2 സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ എലമെന്റ്സ് സെലക്ട് ചെയ്യാം. നേച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ഡിസൈൻ സെലക്ട് ചെയ്യാം. ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ എലമെന്റ്സിൽ നിന്ന് ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. ആ ഷേപ്പ് യൂസ് ചെയ്ത് ആ ഇമേജ് മൊത്തം കവറപ്പ് ചെയ്യാം. ദെൻ ഷേപ്പിന് കളറ് ബ്ലാക്ക് കളറായിട്ട് സെറ്റ് ചെയ്യാം. ട്രാൻസ്പെറൻസി 50 ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ഫസ്റ്റ് പേജിൽ നിന്ന് ടെക്സ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കാം. ദെൻ സെക്കൻഡ് പേജിലേക്ക് പേസ്റ്റ് ചെയ്യാം. ദെൻ ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഗ്രൂപ്പ് ചെയ്ത ഇമേജ് അൺഗ്രൂപ്പ് ചെയ്യാം. ആപ്സ് സെലക്ട് ചെയ്യാം. ഇമേജ് ബ്ലെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇമേജ് ബ്ലെൻഡർ സെലക്ട് ചെയ്യാം. സെലക്ട് ആൻ ഇമേജ് ഫ്രം യുവർ ഡിസൈൻ. താഴത്തെ ഇമേജ് സെലക്ട് ചെയ്യാം. ദെൻ ലീനിയർ സെലക്ട് ചെയ്യാം. ഇനി പോയിന്റ്സ്
താഴത്തേക്ക്, മുകളിലത്തെ പോയിന്റ് താഴത്തേക്കും താഴത്തെ പോയിന്റ് മുകളിലേക്കും കൊണ്ടുവരാം. ദെൻ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. 30 ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ സേവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ടെക്സ്റ്റിന് ഷാഡോ എഫക്റ്റ് കൊടുക്കാം. ഇനി ഈ ഒരു ടെക്സ്റ്റിന് ലൈറ്റ് എഫക്റ്റ് എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. അതിന് ഈ ഇമേജ് നമുക്ക് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. പേജ് 2 സെലക്ട് ചെയ്യാം. ഡൺ, ഡൗൺലോഡ് കൊടുക്കാം. ദെൻ പേജ് 3 സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇനി എലമെന്റ്സിൽ നിന്ന് നേരത്തെ സെലക്ട് ചെയ്ത നേച്ചറിന്റെ ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്യാം. ദെൻ വീണ്ടും ആപ്സ് സെലക്ട് ചെയ്യാം. ബ്ലെൻഡ് ഇമേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ഇമേജ് സെലക്ട് ചെയ്യാം. ടോപ്പ് ലെയർ ആയിട്ട് ബ്യൂട്ടി എന്ന ടെക്സ്റ്റ് ഉള്ള ഇമേജും ബോട്ടം ലെയർ ആയിട്ട് നേച്ചറിന്റെ ഇമേജും സെലക്ട് ചെയ്യാം. ദെൻ ബ്ലെൻഡ് മോഡ് മൾട്ടിപ്ലൈ ആയിട്ട് സെലക്ട് ചെയ്യാം. ദെൻ ആഡ് ടു ഡിസൈൻ സെലക്ട് ചെയ്യാം. പ്രീവിയസ് ഇമേജ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ ഇമേജ് എൻലാർജ് ചെയ്ത് കൊടുക്കാം. ദെൻ പേജ് 3 നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഷാഡോ ടെക്സ്റ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ടെക്സ്റ്റിന് ലൈറ്റ് എഫക്ട്സും നമുക്ക് ഇതേപോലെ കൊടുക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.